ഭരണമാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഉറപ്പല്ലേ? UDF ഇക്കുറി എന്തായാലും വരുന്ന ഉറപ്പല്ലേ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം എന്നല്ലേ പറഞ്ഞേ എന്തേ പോയി? അതൊക്കെ കുറി കണ്ടോ? ഇത് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പിന്നെന്താ UDF ഇനി വന്നിട്ടില്ലേ പിന്നെ വരൂല. ഇതിപ്പോ കേരളത്തിന് എല്ലാ ജനങ്ങൾക്കും അന്തം വെച്ചു നോക്കിക്കോ. ഈ റിസൾട്ട് എങ്ങനെ വരുന്നില്ലത്? ഇതൊക്കെ UDF തൂത്തുവാരുന്ന ഉറപ്പല്ലേ? മുഖ്യമന്ത്രി ആരാന്ന് പറഞ്ഞേ നിങ്ങളില്? അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം. നാളെ റിസൾട്ട് വരട്ടെ. അത് ശരിയാണ് കേട്ടോ. എന്ത് ശരിന്നാണ് ഈ പറയണേ? ജനങ്ങൾക്ക് മടുപ്പിക്കാനല്ലേ ഈ 10 കൊല്ലത്തെ അതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ്. അല്ല, ഇയാളൊക്കെ ഒരു ധൈര്യം. LDF ജയിക്കുന്നുണ്ട് 10,000 വെച്ച് വെച്ചോണല്ലോ. ആള് UDF തന്നെ. മൂപ്പര് ഇവിടെ 10,000 വെച്ചു, അപ്പുറത്തെ UDF ജയിക്കുന്നുണ്ട് മൂപ്പര് 10,000 വെച്ചു. അപ്പൊ മൂപ്പര് കായ് പോകുന്നില്ല. മൂപ്പർക്ക് ബെറ്റ് വെച്ച ആളാവണമെന്നുള്ളൂ. ഈ രമേശ് മുഖ്യമന്ത്രി കസേരക്ക് വേണ്ടി കാത്തിരിക്കുകയാണേ. ഇങ്ങക്കെ മുഖ്യമന്ത്രി കസേരക്ക് വേറെ ബെഞ്ച് വേണ്ടിന്ന് വെച്ച് തോന്നുന്നു. ബെഞ്ച് വേണോ കസേര വേണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം കേട്ടോ. അതെ, മുഖ്യമന്ത്രി ആരാണെന്ന്, രമേശ് ആവണോ മറ്റൊരാണോ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം. അല്ല, ഓനിപ്പോ ആദ്യമായിട്ട് മത്സരിക്കാണ്. എന്നിട്ട് ഓനക്ക് മുഖ്യമന്ത്രി കസേര വേണമെന്നാ പറയണത്. ആർക്ക്? വിശാലടിക്കേ. അതിന് നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ എന്തിനാണ് ബേജാറാവണത്? VD വേണോ രമേശ് വേണോ ഞങ്ങൾ തീരുമാനിക്കും. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. VD രമേശും തമ്മിൽ തല്ലാണല്ലോ. അയാളെന്നോ മരിച്ചതല്ലേ, പിന്നെ എങ്ങനെ മൂപ്പര് മത്സരത്തിൽ വരുന്നത്? VD രാജപ്പനല്ലേ? VD രാജപ്പനോ? ഉണ്ടായിരിക്കും. കാന്തപുരത്ത് നിന്നേ കഴിഞ്ഞ പ്രാവശ്യത്തെ ലീഡ് പോലും പ്രാവശ്യം കിട്ടുന്ന തോന്നില്ലട്ടില്ലേ? എന്തെങ്കിലും ഇജ്ജ് പറയണത്? നാട്ടിലൊക്കെ എത്ര ജനസമ്മതിയുള്ള ആളാണ്. ഈ പ്രാവശ്യം ടോപ്പ് ഭൂരിപക്ഷക്കാരം. മൂപ്പരൊക്കെ ജയിക്കുന്നില്ല കാര്യം ഉറപ്പല്ലേ? ഓല ആൾക്കാരെ വോട്ടിന് കിട്ടിയ പോരെ. ആരോട്ട്? APക്കാരെ. നിങ്ങൾ ആരാ കാര്യം പറയണേ? കാന്തപുര ഉസ്താദല്ലേ? ഏത് ഇയാള്? അതെ, ഇയാളെ ഒഴിവാക്കിയിട്ടുള്ള ചർച്ചക്കുണ്ട്. ഇതേ നിങ്ങൾക്ക് പറ്റിയ വിഷയമല്ല. ഒന്നുമില്ല നിങ്ങൾ നീച്ചു പോവാ, അല്ലെങ്കിൽ ഞങ്ങൾ നീച്ചു പോവാ.